ശബരിമല തീർത്ഥാടകർക്ക് നിലയ്ക്കൽ കുടിവെള്ള പദ്ധതി വഴി ഇത്തവണയും വെള്ളം കിട്ടില്ല. പദ്ധതി ഉടൻ കമ്മീഷൻ ചെയ്യുമെന്നായിരുന്നു ജലവിഭവ മന്ത്രിയുടെ ഉറപ്പ്. പക്ഷേ ഇനിയും പണികൾ ഏറെ തീരാനുണ്ട്. ഇത്തവണയും ടാങ്കറിൽ വെള്ളം നിലയ്ക്കലിൽ എത്തിക്കേണ്ടി വരും. നിർമ്മാണം തുടങ്ങി 9 വർഷമായിട്ടും നിലയ്ക്കൽ ശുദ്ധജല വിതരണ പദ്ധതി ഇഴയുകയാണ്. പ്രതിദിനം 1.5 ലക്ഷത്തോളം തീർത്ഥാടകർ നിലയ്ക്കലിൽ എത്തുന്നുണ്ട്. പരമാവധി 25,000 പേർക്കുള്ള വെള്ളം ടാങ്കർ ലോറിയിലെത്തിച്ച് വിതരണം നടത്തുന്നു. ഇത് തികയുന്നുമില്ല. ശുചിമുറി ആവശ്യങ്ങൾക്ക് പോലും വെള്ളം കിട്ടാത്ത ദിവസങ്ങളുമുണ്ട്. ഇതിന് പരിഹാരമായാണ് നിലയ്ക്കൽ കുടിവെള്ള പദ്ധതി വിഭാവനം ചെയ്തത്. 2016 പ്രാരംഭ പ്രവർത്തനങ്ങളും തുടങ്ങി. 200 കോടിയോളമാണ് ചിലവ്. ഈ നവംബർ 10 മുൻപ് കുടിവെള്ളം നിലയ്ക്കലിലെ പൈപ്പുകളിൽ എത്തിക്കുമെന്നായിരുന്നു അവലോകന യോഗത്തിൽ ഉദ്യോഗസ്ഥർ മന്ത്രി VN വാസവനെ അറിയിച്ചത്. തുടർന്ന് പദ്ധതി ഉടൻ കമ്മീഷൻ ചെയ്യുമെന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ പണികൾ ഇനിയും തീരാനുണ്ട്. 65% പണികൾ മാത്രമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. നിലയ്ക്കലിലെ വലിയ 3 ടാങ്കുകളിൽ ഒന്നിന്റെ മാത്രം നിർമ്മാണമാണ് പൂർത്തിയാകാറായത്. മറ്റ് 2 ടാങ്കുകളുടെ കോൺക്രീറ്റിലുള്ള വേലികൾ കെട്ടുന്ന ജോലികൾ പുരോഗമിക്കുന്നതേയുള്ളൂ. ആങ്ങവഴി തത്തയ്ക്കാമണ്ണിൽ 2ഉം പ്ലാപ്പള്ളിയിൽ 1ഉം പമ്പ് ഹൗസുകളുടെ നിർമ്മാണം പൂർത്തിയെങ്കിലും മോട്ടോറുകൾ സ്ഥാപിക്കാൻ വൈദ്യുതി കണക്ഷന് അനുമതി കിട്ടാനുണ്ട്. സീതത്തോട്ടിൽ കക്കാട്ടാറിൽ നിന്ന് വെള്ളം ശേഖരിച്ച് ശുദ്ധീകരിച്ചാണ് നിലയ്ക്കലിലെ ടാങ്കിലെത്തിക്കുക. പദ്ധതി യാഥാർത്ഥ്യമായാൽ സീതത്തോട്, പ്ലാപ്പള്ളി, തുലാപ്പള്ളി, ലാഹ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവർക്കും പൈപ്പ് ലൈനിൽ നിന്നുള്ള വെള്ളം ഉപയോഗിക്കാം. 4500 കുടുംബങ്ങൾക്ക് ഇത് പ്രയോജനം ചെയ്യും. ജനം, പത്തനംതിട്ട.